ബാക്ക് മച്ചാമാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നാട്ടിലോട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ പോകുന്ന വീഡിയോ ആണിത്. സാധനങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു, എല്ലാം റൂമിനകത്ത് ഇരിക്കൊണ്ട് കാണിച്ചു തരാം. അപ്പോൾ ഇനി അതെടുത്തിട്ട് വണ്ടിയിൽ വെക്കണം. നമ്മൾ ഈ പിക്കപ്പിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സാരഥി അനിലനാണ് നമ്മൾ ഇന്ന് കൊണ്ടാക്കാൻ വരുന്നത്. വെയിറ്റ് ചെയ്ത് മുഷിഞ്ഞാണോ? ഇല്ല, ഞാൻ അവിടെ നിന്ന് എടുത്ത് പറഞ്ഞു. അപ്പോൾ നമ്മൾ 2 ലഗേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ തന്നെ ഹാൻഡ് ബാഗ് ഒരു 6 കിലോ. അപ്പോൾ ഗൾഫ് എയറാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ വേണം. സമോൺ എപ്പോഴും വെച്ചാൽ വരെ 4.5 കൊല്ലം നമ്മളെ കൊണ്ടുവരുന്ന വണ്ടിയാണ് കേട്ടോ. എന്താ എല്ലാം ലോക്കൊക്കെ ചെയ്ത് സെറ്റാക്കി ഇന്ന് രാവിലെ കൊണ്ടുപോയി മക്സിലേക്ക് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി കേട്ടോ. വല്ലാത്തൊരു മിസ്സിങ്ങാണിത്. പോകുമ്പോൾ ഒരു കിസ് മട്ടും കൊടുത്തിട്ട് പോവാം. ഞാനായിട്ട് എവിടെയും കൊണ്ട് കയറ്റിയിട്ടില്ല. പുറകിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ തട്ടിയിട്ടുണ്ട്. അത് പിന്നെ വണ്ടികളൊക്കെ ആകുമ്പോൾ അങ്ങനെ വരുമല്ലോ. അപ്പോഴേ വണ്ടിയോട് ഇവിടെ പറഞ്ഞു, ഇനി നമ്മളെ കയ്യിലിരിക്കുന്ന ഇക്കാമ, വണ്ടിയുടെ എസ്റ്റിമാറ, നമ്മളെ മാഡത്തിൻ്റെ ATM ഇതെല്ലാം കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് വേഗം വരാം. ഇതിലല്ലേ പോണ? അതിലൊക്കെ പോകണം. AC ഇല്ലാണോ? അത് ഭയങ്കര തണുപ്പാണ്. ഇതല്ലേ നമ്മൾ സ്റ്റാർട്ട് കയറിയല്ലോ, അതാണ് ഇത്രയും ചൂട്. നമുക്ക് 6 മണിക്കാണ് ഫ്ലൈറ്റ് കേട്ടോ. പക്ഷെ നേരത്തെ പോയി കഴിഞ്ഞാൽ ഇത്രയും നല്ലതാണ്. ഉണ്ടെങ്കിൽ ഏടാ കൂടെ ഉണ്ടെങ്കിലും അല്ല, നമ്മൾ ലോണൊന്നും എടുത്തിട്ടില്ല ചെന്നിട്ട് പിടിക്കാൻ. പിന്നെ ലഗേജ് ഉണ്ടത്, അത് കാഴ്ചയിലില്ല എന്നുള്ളത്. അങ്ങനെ നമ്മൾ സ്ഥിരം പുള്ളിയായ ഒത്തേമാളും കിടന്ന് ആദ്യമായിട്ട് എയർപോർട്ടിലോട്ട് വരുന്നവർക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ പാർക്കിംഗ് സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ. പലർക്കും അറിയത്തില്ല. കാണുന്ന ബോർഡില്ലേ, അത് കഴിഞ്ഞിട്ടുള്ളതാണ്. 6 മണിക്കൂർ അല്ലാണോ? 6 മണിക്കൂർ നിങ്ങൾക്ക് അവിടെ വണ്ടി ഇടാം. 27 മണിക്കൂറായോ? ഓക്കെ, അപ്പോൾ അവിടെ ഫ്രീ ആണ്. ഇത് തന്നെ ഇവിടുത്തെ ഇതാണ് കേട്ടോ. കയറി പോകുന്ന എക്സിറ്റ് ഫ്രീ പാർക്കിംഗ്. വണ്ടി കിടക്കുന്നുണ്ടല്ലേ, എല്ലാ സംഭവം സർവീസ് എഴുതിയിരിക്കും. പക്ഷെ ചില സമയത്ത് പ്രശ്നം കാണാം. അപ്പോൾ അവിടെ വണ്ടി ഇടുക, വിളിക്കാൻ നേരത്ത് വണ്ടി എടുത്തിട്ട് പോവുക. ആദ്യമായിട്ട് വരുന്നവർക്ക് അറിഞ്ഞൂടായിരിക്കും. ഞാനൊക്കെ പോയിട്ട് 2 റൗണ്ട് കറങ്ങി ഫസ്റ്റ്. എനിക്കത് അറിയത്തില്ല ഫ്രീ ആണോ, പൈസ കൊടുക്കണോ. പിന്നുള്ള ഡൗട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കയറുമ്പോഴത്തേക്ക് മുകളിലാണോ താഴെയാണോ ഡിപ്പാർച്ചല് അറിവിലൊക്കെ മാറിപ്പോലെ. അത് ഇത്ര വർഷം മുതൽ നമുക്കൊരു കൺഫ്യൂഷൻ അടിക്കും മുകളിൽ തന്നെ. അതിനൊക്കെ തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത് കണക്ക് ക്യാമറ കൈ വെച്ച് കഴിഞ്ഞാൽ അടിച്ച് സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ എയർപോർട്ടിനടുത്തുള്ള അതിമനോഹരമായ ഈത്തപ്പഴ തോട്ടമാണ് കാണുന്നത്. ഈത്തപ്പഴ തോട്ടം നമ്മളെ അനിയനുണ്ടായതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊരു ഇതല്ല. ഓക്കെ, ഇതാ ഡൊമസ്റ്റിക് എയർപോർട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം സൗദിക്ക് അകത്ത് വരുന്നവർക്ക്
ഇവിടെയാണ് വരുന്നത്. ജിദ്ദ, ദമാം അങ്ങനെയൊക്കെയുള്ളവരൊക്കെ വരുന്നത് അവിടെ വിളിക്കാനായിട്ട് ഇവിടെയാണ് പോകുന്നത്. ഫസ്റ്റ് തന്നെ കയറിയ ഉടനെ തന്നെ വലത് പിടിച്ചങ്ങ് പോയാൽ അത് നേരെ കാണുന്നുണ്ട് കേട്ടോ. ഗേറ്റ് നമ്പർ 4ഉം 5ഉം ഒക്കെ ആയിരിക്കാം. നമുക്ക് പോകേണ്ടത് ഇൻ്റർനാഷണലിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. നേരെ പോയാൽ മതി. ഒരു എത്ര കിലോമീറ്റർ ഉണ്ടാണ്? 2 കിലോമീറ്റർ ഉണ്ട്. 2 കിലോമീറ്റർ കൂടെ വരും. 2 കിലോമീറ്റർ അത് ഫുള്ള് എയർപോർട്ടായിരിക്കും കേട്ടോ. ഒറ്റ നീളത്തിനങ്ങ് കിടക്കുകയാണ്. പുതിയത് കെട്ടുന്നില്ല അടുത്ത ബാക്കി ഓരോ പണിക്കാരെ നോക്കിയാൽ 42, 44 എത്രയാണ് അപ്പുറത്തെ ചേടാണ്? 4ആയി. ഇപ്പൊ പണി നടക്കുന്നത് കാർ പാർക്കിങ്ങിൽ പോയല്ലേ എയർപോർട്ട് ഓരോ ദിവസം വരുന്നവർ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനി വേറെ കാണുമായിരിക്കും, സെറ്റപ്പ് കാണും. ഇതല്ലേ എയർപോർട്ടൊക്കെ. നമുക്കിനി ലഗേജൊക്കെ എടുത്ത് വെച്ചിട്ട് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബോർഡിങ്ങൊക്കെ എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങാൻ പോവുകയാണ്. ടെർമിനൽ 2. ഓക്കെ ആണ്. ഫൈനാൻസ് അത് ഇത് ഫൈനാൻസ് തന്നെ തോന്നുന്നുണ്ടോ, എഴുത്ത് കാണാൻ വയ്യ. അപ്പോൾ ഫുള്ളായിട്ട് തണ്ട കണ്ടില്ലേ കൊണ്ട് നിർത്തിയിട്ടേക്കുന്ന എല്ലാ എക്യുപ്മെൻസും ഉണ്ട് കേട്ടോ. ഒരു ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട എല്ലാ സെറ്റപ്പും ഉണ്ട്. നമുക്ക് പയ്യെ നടക്കാം ഗേറ്റ് നമ്പർ 3 അപ്പോൾ നമ്മളെ കാർഗോ ലഗേജൊക്കെ എടുത്ത് എറിയുന്ന ഒരു സീനാണ് കണ്ടോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മളെ ഫ്ലൈറ്റിലോട്ട് പോകും. നമ്മളെ ഗേറ്റ് നമ്പർ 27 കേട്ടോ. പക്ഷേ 27 വന്നപ്പോഴത്തേക്കും ആരുമില്ല. ഇനി ആരെങ്കിലും വന്നോ, ഗേറ്റ് മാറിയോന്ന് അറിയത്തില്ല കേട്ടോ. ഒന്നുകൂടെ പോയി ഡിസ്പ്ലേയിൽ നോക്കിയിട്ട് എന്നിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കാം. കൺഫേം ചെയ്യണമല്ലോ. അത് ഗൾഫ് എയർ 18 മണി. ഗേറ്റ് നമ്പർ 27. ഓക്കെ. മുന്നേ ഇവിടെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഇപ്പോൾ അതെല്ലാം ഓഫ് ചെയ്ത് വെച്ചേക്കാണെന്ന് തോന്നുന്നു. പണി നടക്കുന്നതുകൊണ്ടായിരിക്കണം. എന്തായാലും നമ്മളെ ഗേറ്റ് നമ്പറൊക്കെ കറക്റ്റ് തന്നെ. 2 സൈഡുണ്ട് കേട്ടോ ഇരിക്കാനായിട്ട്. ഒരു സൈഡ് ഫുള്ളായിട്ടുള്ളതായിരിക്കും. അതെല്ലാം റിയാദ് എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് കേട്ടോ. ഇവിടുത്തെ വില വെച്ചിട്ട് നമുക്കൊരു സാധനം കട്ടുപൊടിയാവത്തില്ല. എല്ലാം ഭയങ്കര വില കൂടുതലാണ്. ഉണ്ടല്ലേ മുട്ടായികളാണ് 34 റിയാലിന് കുഴപ്പമില്ല തോന്നുന്നു. അതാണ് ഇത് വില കുറഞ്ഞതുണ്ട്. ബാക്കിയെല്ലാം 98. ഇത് ഈ മുട്ടായി എത്ര പേർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യപ്പെടുത്തട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പശുവുമ്പ ഇതിൻ്റെ ഒരു ചെറുത് ഞാൻ വാങ്ങി അതായിരിക്കുന്നത്. ഈ സാധനം ബക്കാലയിൽ കിട്ടും. പക്ഷേ അത് ഒറിജിനലാണോ അല്ലേന്ന് അറിയത്തില്ല. ബക്കാലയിൽ നിന്നാണ് വാങ്ങിയത്. അതൊക്കെ പല വെറൈറ്റി സാധനങ്ങളിവിടെ ഉണ്ട് കേട്ടോ. മുട്ടായിയുടെ തന്നെ പല സെക്ഷൻ സാധനങ്ങളുണ്ട്. കണ്ടില്ലേ എന്താ പൊളി. അപ്പോൾ നമുക്ക് വെള്ളം കുടിച്ചോളാൻ വയ്യാത്തതുകൊണ്ട് നമ്മളൊരു കുപ്പി വെള്ളവും അതേ കണക്കിന് ഡൊൻകിനിൽ നിന്നൊരു 10 ഇറയും മേടിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് 2നും കൂടി 12 റിയാലായി. അതായത് 10 7 വെള്ളത്തിന് 5 റിയാലാണ് കേട്ടോ. അപ്പം വെള്ളം കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഞാൻ പെട്ടെന്ന് ഇറങ്ങിക്കൊണ്ട് അതിന് വിട്ടുപോയതാണ്. ഓക്കെ. അപ്പോൾ ഇത് എവിടെയെങ്കിലും പോയിരുന്നിട്ട് കഴിക്കണം. കഴിച്ചിട്ട് നമുക്ക് കാണാം. നമ്മളുടെ ഗേറ്റിലിപ്പോൾ ആൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അപ്പുറത്ത് ഒഴിഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോയിരുന്ന് കഴിക്കാം. ഓക്കെ. അപ്പോൾ 7 റിയാലിന് സാധനം സെറ്റാണ് കേട്ടോ. ബഹറിൽ നമുക്ക് 2.5 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് കഴിച്ചിട്ടിരിക്കുക. ഇപ്പോൾ സമയം വന്നിട്ട് 4:30 ആവുന്നേ ഉള്ളൂ. ഇനിയുണ്ട് 1.5 മണിക്കൂർ ഫ്ലൈറ്റിന്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കടയിൽ പോയിട്ട് ഒരു 3 പൊറോട്ട കഴിച്ചു. അത് തന്നെയാണ് പിന്നെ ഇപ്പോൾ ഇത് മേടിച്ച് കഴിച്ചത്. എയർപോർട്ടിൽ നിന്ന് വാങ്ങുന്നത് നഷ്ടമാണ്. പക്ഷേ വിശന്ന് കഴിഞ്ഞാൽ കഴിച്ചേ പറ്റുമോ. പിന്നെ പൈസ നോക്കിയിട്ട് കാര്യമില്ല. അതൊക്കെ നമ്മുടെ ഷാർജ എയർപോർട്ട്. നമ്മളെ വെളിയിൽ മേടിക്കുന്ന അതേ റേറ്റിന് എയർപോർട്ടിനകത്ത് കിട്ടും. ഒരു മലയാളി നടത്തുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ അതിനകത്ത്. ഞാൻ പോയിട്ടുണ്ട്. എന്തായാലും കഴിച്ചിട്ട് കാണാം. ഓക്കെ. അതാ നമ്മൾ സൗദി അറേബ്യയോട് വിട പറഞ്ഞ് ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ. ഇനി കൊഞ്ചം നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ സൗദി അറേബ്യയോട് വിട പറഞ്ഞിരിക്കും.
ഇനി തിരിച്ചൊരു വരവ് ഉണ്ടാവുമോ എന്നറിയത്തില്ല. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് റിയാദിൽ തന്നെ വരണം. യെസ്, അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലോട്ട്. അപ്പോഴേ വന്നിട്ട് സീറ്റെല്ലാം ഒഴിവുണ്ട് കേട്ടോ. 1, 2, 3, 4. ഈ ഫ്ലൈറ്റിൽ വലിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഒരുപാട് സീറ്റുകൾ ഒഴിവുണ്ട്. അതുമല്ല എത്ര റിയാൽ, 600 ചില്ലർ റിയാലേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ടിക്കറ്റിന് മൊത്തത്തിൽ തിരുവനന്തപുരം വരെ. അതുകൊണ്ട് ഒരു 16 ഇഞ്ച് ചെറിയ LED സെറ്റപ്പൊക്കെ ഉണ്ട്. ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. സമയം വന്നിട്ട് 5:53 ആയാലും ഇനി ഒരു 6 മിനിറ്റ് കൂടെ ഉണ്ട്. അതേത് ഫ്ലൈറ്റാണ് ഫ്രണ്ടിൽ കിടക്കുന്ന? ഏതാണെന്ന് അറിയാൻ വയ്യ. ഉണ്ടല്ലേ, അത് വലിയ ഫ്ലൈറ്റ് അല്ലേ? ഇതിന്റെ വലിയ ഫ്ലൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരം വരെ കമ്പനി കിട്ടിയിട്ടുണ്ട്. കടക്കിലുള്ള ഇനി ഒന്ന് സംസാരിച്ചും പറഞ്ഞൊക്കെ അങ്ങ് പോവാം. സൗദി മണ്ണിൽ നിന്നും നമ്മൾ പൊങ്ങിക്കഴിഞ്ഞു. ലാസ്റ്റ് സീൻ. ബൈ ബൈ സൗദി അറേബ്യ. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് കേട്ടോ 1.5 മണിക്കൂർ യാത്രയ്ക്ക് നമ്മൾ കഴിക്കാനായിട്ട് സാൻഡ്വിച്ച് എന്നാണ്. ഇതെല്ലാം ടിക്കറ്റിൽ കൂടെ തന്നെ ഇൻക്ലൂഡാണ് കേട്ടോ. ഇതിന് പ്രത്യേകം പൈസ ഒന്നും അടയ്ക്കേണ്ട. ഗൾഫ് എയറിൽ അങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസുകളൊക്കെ ഉണ്ട്. 100 മില്ലി വെള്ളം തന്നിട്ടുണ്ട്. വെള്ളത്തിൽ കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. ബാക്കി വെള്ളം നമുക്ക് വച്ചിരുന്ന കൈ കഴുകാം, ബാക്കി കുളിക്കാം. അങ്ങനെ വെള്ളം കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും കിട്ടി. എന്തായാലും ഇത് കഴിച്ചിട്ട് മറ്റേ ഏറെ വെള്ളം കിട്ടത്തില്ല. അത് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. എന്നാലും 500 രൂപ എക്സ്ട്രാ കഴിക്കും. അത് അപ്പോഴത്തേക്കും സാൻഡ്വിച്ചും ഒരു വെള്ളം ഒരു ചായ. ഇതൊരു ഹാപ്പിയാണ്. അങ്ങനെ നമ്മൾ ബഹ്റൈനിലെത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി സമയത്ത് കുറച്ചുകൂടെ കറങ്ങുന്നുണ്ട്. ബിസിനസ് ക്ലാസ്. സലാം. ബൈ ബൈ. ഒരു സമയം വന്നിട്ട് 7:20 കേട്ടോ. കണ്ട പകല് കണക്കുണ്ട്. എന്താ അല്ലേ. അപ്പോൾ നമ്മൾ ബഹ്റൈൻ ഡ്യൂട്ടി ഫ്രീ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയതാണ്. അണ്ണന് വേണ്ടല്ലേ സാധനം എടുക്കുന്നു? ഇല്ലല്ലേ, നമുക്ക് വേണ്ട. ജസ്റ്റ് കണ്ടിട്ട് വരാം. ഓ നല്ല
ഡിസൈൻ കണ്ടോ? അവിടുത്തെ ആ ഡിസൈൻ വന്നിട്ട് വളരെ എന്താണ് ഒരു വെറൈറ്റി ആയിട്ട് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. മുന്നേ നമ്മൾ ഇത് കണക്ക് ബഹ്റിന് മുന്നേ വന്നപ്പോഴത്തേക്ക് ആ വീഡിയോയിൽ ഈ സ്ഥലങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. വളരെ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നതെല്ലാം. ഇതിൻ്റെയൊക്കെ ഇൻറ്റീരിയർ വർക്ക് കണ്ടില്ലേ, എന്താ രസം നോക്കിയാണ്. പൊളി തന്നെ അല്ലേ. വലിയൊരു എയർപോർട്ടാണ് കേട്ടോ ബഹ്റൈൻ. അത്യാവശ്യം എല്ലാ കാര്യത്തിനും സൗകര്യങ്ങളും എല്ലാ സ്പേസും എല്ലാം ഉണ്ട്. ഓരോ പ്രത്യേക ഗേറ്റിനും ഓരോ ഇത് കണക്ക് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോഴേ ഇനി 1 മണിക്കൂറോടെ എൻ്റെ വെയിറ്റ് ചെയ്തിട്ട് നോക്കാം ഫ്ലൈറ്റ് വരുമ്പോഴത്തേക്കും കിടക്കും. അപ്പോൾ നമ്മളെ ഗേറ്റ് നമ്പർ ചേഞ്ച് ആയിട്ടോ. ഗേറ്റ് നമ്പർ 14 ചെല്ലാൻ പറഞ്ഞു. 14G ഞാൻ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാമ മുണ്ടെടുത്തുകൊണ്ട് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നുണ്ടല്ലേ. അപ്പോൾ മുണ്ടെടുത്തുകൊണ്ട് ഫ്ലൈറ്റിൽ കയറാം കേട്ടോ. പ്രായമായവർക്ക് ആർക്കും അല്ലേണോ, വയസ്സായവർക്ക്. നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയിട്ടോ. അതിൻ്റെ ക്യൂ ആണ് ഈ കാണുന്നത്. ഇങ്ങനെ പോയിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് കയറാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അവസാനം എല്ലാവരും കയറിയിട്ട് നമ്മൾ അവസാനമാണ് കയറാൻ നിൽക്കുന്നത് കേട്ടോ. ഇങ്ങ് വരെ ആയി. ബഹ്റിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റിൽ കയറി കേട്ടോ. അപ്പോൾ കൂടെയുള്ള പുള്ളിക്ക് ബാക്കിലാണ് സീറ്റ് കിട്ടിയത്, ഞാൻ മിഡിലാണ്. കഴിഞ്ഞ ഫ്ലൈറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് വളരെ ശോകമാണ് കേട്ടോ. സ്ഥലം സ്പേസൊക്കെ കുറവാണ്, കാല് നീട്ടാനും കാര്യങ്ങൾക്കൊക്കെ. പിന്നെ ഒരു സ്ക്രീനുണ്ട് LED, അത് വർക്കാവുന്നില്ല. ഇനി ഒരു ഓപ്പൺ ആക്കാത്തതാണെന്ന് അറിയത്തില്ല. എന്തായാലും ഫുള്ളാണ് കേട്ടോ, ഫ്ലൈറ്റ് ഫുള്ളാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി അടുത്ത തിരുവനന്തപുരം. ഇവിടെ നിന്ന് ഒരു 3.5-4 മണിക്കൂറോളം ഉണ്ട്. അപ്പോഴെല്ലാവരും ആകെ ടയർഡാണ് കേട്ടോ. 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് ഇരുന്നവരാണ് അടുത്തൊക്കെ വന്നിരിക്കുന്നത്. അവർ ഉച്ചയ്ക്കൊക്കെ വന്നവരാണ്. എല്ലാവരും വന്ന് കയറിയ ഉടനെ തന്നെ ഉറക്കമായി. അപ്പോൾ നമുക്കും ചെറിയൊരു ഉറക്കം തട്ടി വിട്ടു കൊടുക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് എത്തി കേട്ടോ. നമുക്കിന്ന് ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി. അത് കണക്ക് തന്നെ ഒരു ചെറിയ വെള്ളം, പിന്നെ അതിൻ്റെ സാലഡ് കാര്യങ്ങൾ, ഒരു ബർഗർ ബണ്ണ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫ്ലൈറ്റിൽ എല്ലാവർക്കും ഈ ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്. ടിക്കറ്റിൻ്റെ കൂടെ ഇതും ഇൻക്ലൂഡാണ്. നമ്മൾ അഡീഷണലായിട്ട് ബുക്ക് ചെയ്തതൊന്നുമല്ല. അപ്പോഴിതാ ഈ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന അപ്പുറ സൈഡിലോട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, എല്ലാവർക്കും അതേ ഒരേ ഫുഡാണ് കൊടുത്തിരിക്കുന്നത്. ലിക്കർ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വിട്ടേക്കാം. ഓക്കെ, എന്തായാലും അപ്പം നമുക്ക് തിരുവനന്തപുരം എത്തിയിട്ട് കാണാം. Ladies and gentlemen, welcome to Trivandrum International Airport. On behalf of Galfair, Captain Rashid Al-Ghatan and the entire crew, thank you for choosing to fly Galfair. അങ്ങനെ നമ്മുടെ മാതൃരാജ്യത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. വെൽക്കം ടു അവർ country.
അപ്പോൾ നമ്മൾ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങുന്നില്ല, വീട്ടുകാർ വന്നിട്ടില്ല കേട്ടോ. ഫ്ലൈറ്റ് അരമണിക്കൂർ നേരത്തെ എത്തി. അതൊക്കെ ആദ്യത്തെ സംഭവം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുകൊണ്ടാം. അങ്ങനെ വെച്ചേക്കുന്നല്ലേ? ബൈ ബൈ. ബൈ ബൈ. ഓക്കെ ഓക്കെ, ടാറ്റാ. വീഡിയോ വരുന്നുണ്ടത് നീ ആ എപ്പോഴും ചിരി അത് കറക്റ്റ്